അനിമ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ആക്ഷൻ സ്റ്റോറിയാണ്. അമ്മയാടും കുഞ്ഞുങ്ങളും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രശസ്തകളെ, നമസ്കാരം. എൻ്റെ പേര് ആശ്രീ ചന്ദ്ര. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയുടെ പേര് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ട് ഒരിടത്ത് ഒരു അമ്മയായിരുന്നു. ആ അമ്മയ്ക്ക് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ വാതിൽ തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മയാണ് വിളിക്കുന്നത്, അങ്ങനെ നമുക്ക് മനസ്സിലാവും. അമ്മയോട് മറുപടി പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം. ആ പാട്ട് കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. അമ്മയോട് പാടി, പുഞ്ഞാര മക്കളി, തലവീർത്ത മക്കളി, തുള്ളിക്കളിക്കുമൻ അമ്മതൻ പൂക്കൾ, സാക്ഷായെടുക്കുവൻ വാതിൽ തുറക്കുവേ, സാക്ഷാജനനം നീ ഉള്ളിൽ കടത്തുവേ. എന്നിട്ട് അമ്മയോട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ച് സാക്ഷിയിട്ടു. വീടിനടുത്തുള്ള വലിയ നാവൽ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നൊരു കുറുക്കനെ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയാട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്നു പാടി, പുഞ്ഞാര മക്കളെ, തലവീർത്ത മക്കളെ, തുള്ളിക്കളിക്കുമൻ അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുക വാതിൽ തുറക്കുക, സാക്ഷാജനനം നീ ഉള്ളിൽ കടക്കുക. എന്നിട്ട് നിങ്ങൾ വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് വിഴുങ്ങി ഓടിപ്പോയി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈ നിറയെ പലഹാരങ്ങളുമായി അമ്മയാട് തിരിച്ചെത്തി. എന്നിട്ട് അമ്മയാട് പാടി, പുഞ്ഞാര മക്കളെ, തലവീർത്ത മക്കളെ, തുള്ളിക്കളിക്കുവൻ അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷാജനനം നീ ഉള്ളിൽ കടന്നു. എന്നിട്ട് വാതിൽ തുറന്നില്ല. അമ്മയാട് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു. അപ്പോൾ അവിടെ കുറുക്കന്റെ കാൽപ്പാടുകൾ കണ്ടു. അമ്മയാടിന് മനസ്സിലായി തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് കുറുക്കനാണെന്ന്. അമ്മയാട് കുറുക്കൻ നിൽക്കുന്ന സ്ഥലത്തെത്തി. കുറുക്കനെ കണ്ടതും അമ്മയാടിനെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയാട് ഓടി വന്ന് കുറുക്കൻ്റെ വയറിൽ കുത്തി. കുറുക്കൻ്റെ വയറ് പൊളിഞ്ഞു. കുറച്ച് നേരം കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയാടും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മളെ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ച് വളരണം. നന്ദി.